വെരിക്കോസ് വെയിൻ മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ലേറ്റസ്റ്റ് ടെക്നോളജിയായ വെനീസിയൽ ഗ്ലൂ തെറാപ്പി ഉപയോഗിച്ച് എങ്ങനെ ഇതിനെ ഈസി ആയിട്ട് പരിഹരിക്കാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഞാൻ ഇപ്പോൾ ഉള്ളത് പാണ്ടിക്കാട് നിയോ ഹോസ്പിറ്റലിലാണ്. എന്റെ കൂടെ ഉള്ളത് നിയോ ഹോസ്പിറ്റൽ സർജൻ ഡോക്ടർ മുഹമ്മദ് ഇർഷാദ്. വാരിക്കോസ് വെയിൻ എന്താണെന്നും അത് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ അതിന്റെ ഏറ്റവും നൂതനമായിട്ടുള്ള ചികിത്സാ രീതിയെ കുറിച്ച് ആണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ പേഷ്യന്റ് നിങ്ങൾക്കറിയാം, ഇവിടെ കാലിൽ കണ്ട ഒരുപാട് ഞരമ്പുകൾ ഇങ്ങനെ തടിച്ചിരിക്കുന്നു. അതുപോലെ നിങ്ങൾക്കറിയാം അതിനെ കൊണ്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള കണ്ടോ, ഈ കാലിന്റെ ഈ ഭാഗത്തായിട്ട്, ഈ കണങ്കാലിന്റെ ഭാഗത്തായിട്ട് ഇവിടെ കറുപ്പ് കളർ വന്നു. ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് അൾസറേറ്റ് ചെയ്യും, വ്രണായിട്ട് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഈ പേഷ്യന്റിനെ അടുത്ത് നമ്മൾ ചികിത്സിക്കാൻ വേണ്ടി പോകുന്നത്. മുൻകാലങ്ങളിൽ എന്താണ് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ എല്ലാ പേഷ്യൻസിനും നമ്മൾ സർജറി എന്നുള്ള ഓപ്ഷനാണ് ഉണ്ടായിരുന്നത്. നമ്മൾ വലിയൊരു മുറിവ് അരയുടെ ഭാഗത്ത് ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ ഞരമ്പ് എവിടെയാണോ തടിച്ചിരിക്കുന്നത് അവിടേക്ക് മുറിവ് ഉണ്ടാക്കിയിട്ടായിരുന്നു ചികിത്സിച്ചത്. അതിനുശേഷം ലേസർ വന്നു, അതിനുശേഷം RF റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ വന്നു. ഇതിലൊക്കെ ചെറിയ ചെറിയ മുറിവ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോ ഇന്ന് നമ്മളോട് ചെയ്യാൻ പോകുന്നത് ഏറ്റവും നൂതനമായിട്ടുള്ള ചികിത്സ, അതായത് ഗ്ലൂ തെറാപ്പി, വെനാസിയൽ ഗ്ലൂ തെറാപ്പി. ഈ ഒരു സൂചി കുത്തുന്ന ഒരു മുറിവിലൂടെ മാത്രമാണ് നമ്മൾ ഈ പേഷ്യന്റിനെ വാരിക്കോസ് വെയിൻ ചികിത്സിക്കുന്നത് എന്നുള്ളതാണ്. എല്ലാ പേഷ്യന്റിനെയും നമ്മൾ അൾട്രാസൗണ്ട്, അതായത് സ്കാനിങ്ങിന്റെ സഹായത്തോടെ മാത്രമാണ് ചികിത്സിക്കുന്നത്. മുന്നേ നമുക്ക് റേഡിയോളജിസ്റ്റ് സ്കാൻ ചെയ്ത് തന്നിട്ടുണ്ടായിരിക്കും, എന്നാലും നമ്മൾ തിയേറ്ററിൽ എത്തുമ്പോൾ എല്ലാ പേഷ്യന്റിനെയും ഒന്ന് സ്കാനിങ്ങിന് വിധേയമാക്കും. അപ്പൊ ഈ പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് കാണാം ആ നടുക്ക് ഭാഗത്ത് കാണുന്ന ആ കറുപ്പ് കൊത്ത്. എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചാൽ, ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ പറയണമെങ്കിൽ ഈ ഞരമ്പ് ഇങ്ങനെ പോയിട്ട്, ഇപ്പൊ ഞാൻ സ്കാൻ ചെയ്തു രോഗിയുടെ തൊടയുടെ ഭാഗത്തെത്തുന്നു, അത് അരയുടെ ഭാഗത്തെത്തുമ്പോഴേക്കും താഴെയുള്ളൊരു ഞരമ്പുമായിട്ട് യോജിക്കുന്നതായിട്ട് കാണാം. യെസ്, ആൻഡ് യു ക്യാൻ സീ, യെസ് ആ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ താഴെ വേറൊരു വലിയ ഞരമ്പുമായിട്ട് യോജിക്കുന്നു. സോ ഈ ഭാഗത്തുള്ള വാൽവ്സിന്റെ കംപ്ലൈന്റ് കൊണ്ടാണ് ഒരു കാരണം വാരിക്കോസ് വെയിൻ വരുന്നത്. സോ നേരത്തെ പറഞ്ഞ പോലെ സ്കാനിങ്ങിന്റെ സഹായത്തോടു കൂടി ഈ ചെറിയ സൂചി, ഇത് വളരെ ചെറിയ സൂചിയാണ്, ഇത് നമ്മുടെ ഞരമ്പിനകത്തേക്ക് കയറ്റാൻ പോവുകയാണ്. ഈ ഒരു ചെറിയ നീഡിൽ കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ചാൽ, പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും ഒരു ഓപ്പറേഷന് പിന്നെ നമ്മൾ രക്തം ഗ്രൂപ്പ് നോക്കിയിട്ട് വേറെ കൊണ്ട് വരാൻ പറയുന്നൊക്കെ, രക്തം അറേഞ്ച് ചെയ്യാനൊക്കെ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചോര വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതുകൊണ്ടുള്ള ഗുണം വെച്ചാൽ ആകെ 2 തുള്ളി രക്തം മാത്രമേ നമുക്ക് പുറത്തു പോകുന്നുള്ളൂ. മാക്സിമം 2-3 തുള്ളി മാത്രമേ പുറത്തു പോകുള്ളൂ. അതുകൊണ്ട് തന്നെ ഒട്ടും രക്തം തീരെ പോവാത്തൊരു സർജറി ആണെന്ന് വേണമെങ്കിൽ കൂടെ ഇന്ന് പറയാം. നമ്മുടെ ഗ്ലൂ ഇഞ്ചക്ട് ചെയ്യാനുള്ള ഗണ്ണ്, ഇതിന്റെ ഒരു ഗുണം എന്താ വെച്ചാൽ, എന്തിനാ ഗണ്ണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ, നമുക്ക് ഒരു നിശ്ചിത അളവിലുള്ള ഗ്ലൂ മാത്രമേ നമുക്കൊരു നിശ്ചിത അളവിലുള്ള ഞരമ്പിൽ എത്തേണ്ടുള്ളൂ. ഇതുകൊണ്ടെടുത്താൽ പറയാം. ഇതാണ് ഗ്ലൂ, ഒരു 3 ml ഗ്ലൂ. ഇതാണ് നമ്മൾ വെയിൻ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഈ പ്രൊസീജിയർ എല്ലാം എൻഡോവാസ്കുലർ പ്രൊസീജിയർ എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഞരമ്പിന്റെ ഉള്ളിലൂടെ പോയിട്ട് ഞരമ്പ് ശരിയാക്കുന്ന ചികിത്സാ രീതി. $1,000, $2,000, $3,000. ക്ലിയറാ? ഇനിയും വെരിക്കോസ് വെയിൻ മൂലം ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങൾ എങ്കിൽ നമ്മുടെ ന്യൂ ടെക്നോളജിയായ ഗ്ലൂ തെറാപ്പി ഉപയോഗിച്ച് നിങ്ങൾക്ക് അതിനെ ഈസി ആയിട്ട് മാറ്റാം. ഈ ചികിത്സാ രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.